ക്രെഡ് ആപ്പിന്റെ കോയിൻ റഷിന്റെ ഭാഗമായിട്ട് കിട്ടിയ വൗച്ചർ ഉപയോഗിച്ചപ്പോൾ ഡിസ്ട്രിക്ട് ആപ്പിൽ എനിക്ക് 30 രൂപ മാത്രമേ ചിലവ് വന്നുള്ളൂ ധീരൻ എന്നുള്ള ഈ സിനിമ കാണാൻ. PVR ഫോറം മാൾ കൊച്ചിയിലുള്ള ഓഡി 2-ലായിരുന്നു ഈ സിനിമ. മലയാറ്റൂർ എന്ന് പേരുള്ള ഒരു ചെറിയ ഗ്രാമം. അവിടെ ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തമിഴ്നാട് വരെ ഒന്ന് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ യാത്രക്കിടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ധീരൻ എന്നുള്ളൊരു ക്യാരക്ടർ, ആ ഒരു കഥാപാത്രം മൂലം ഉണ്ടായിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഒരു നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ധീരൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാരണം സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കോമിക് ടൈമിംഗ് എന്ന് പറയുന്നത്, ഇവരുടെ ഈ എക്സ്പീരിയൻസ് ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാം. ഇതിൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗദീഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള പുള്ളിയുടെ റിയാക്ഷൻ, ആ ഒരു എക്സ്പ്രഷനും കൊണ്ടൊക്കെ പുള്ളി കിടിലമായിട്ടാണ് ചില സീനുകളൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഈ സുധീഷിൻ്റെയും അശോകൻ്റെയും ഇവരുടെ കോമ്പിനേഷൻ സീനുകളാണ്. ഈ കോമ്പിനേഷൻ സീനുകളാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങാൻ പോകുന്നത്, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിൽ തന്നെ ഈ സുധീഷിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ആക്ച്വലി പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു തല്ലുള്ളി ക്യാരക്ടറാണ്. പുള്ളിക്ക് 2 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എന്നാൽ പോലും നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അശോകൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. പിന്നെ മനോജ് കെ ജയൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് പോകുന്നത്, പുള്ളി ഒരു വെൽഡറാണ്. അപ്പോൾ വെൽഡിങ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ജോക്സ്, പിന്നെ കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ തന്നെ ബ്ലാക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് ജോക്സ് അങ്ങനെ വരുന്നത്. പിന്നെ അഭിരാം രാധാകൃഷ്ണൻ, പിന്നെ ശബരീഷ് വർമ്മ, ഇവരൊക്കെ ഇവരുടെ കൂട്ടത്തിൽ കൂടി നമ്മളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വിനീതിനെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ പടത്തിലുള്ളത്. ഇത് രസമായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ. പിന്നെ സിദ്ധാർത്ഥ് ഭരൻ്റെ ക്യാരക്ടറും ഒരു രസമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഒരു പ്രത്യേക ക്യാരക്ടറാണ്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു അധികമൊന്നും വരാറില്ല. ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ്. പിന്നെ ഈ സിനിമയിലെ വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണ ദയാൽ എന്നുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളിയുടെ ആ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു വലിയ ഒരു പ്രശ്നത്തിൽ, തമിഴ്നാട്ടിലാണ്, അവരുടെ സ്വന്തം നാട്ടിലല്ല, തമിഴ്നാട്ടിലൊരു പ്രശ്നത്തിൽ ചെന്ന് പെടുകയാണ്. അപ്പോൾ വില്ലനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ്ങുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരൊക്കെ കൂടി എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് ക്ലൈമാക്സ് നല്ല രീതിയിൽ വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പേഴ്സണലി എനിക്ക് ക്ലൈമാക്സ് എനിക്ക് അത്ര വർക്കായില്ല. പിന്നെ ഇങ്ങനെയുള്ള സിനിമയിൽ പറ്റിയ നായകനാണ് ഇതിൻ്റെ രാജേഷ് മാധവൻ്റെ ധീരൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ. പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു സോണിൽ, കാരണം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിന് അതിൻ്റേതായിട്ടുള്ളൊരു കോമിക് മൊമെൻറ്റ്സ് ഉണ്ട്, പിന്നെ ആക്ഷൻ മൊമെൻറ്റ്സും ഉണ്ട്. ഈ പടത്തിൽ കുറച്ച് ആക്ഷൻ ത്രില്ലർ ആ രീതിയിലും പടം പോകുന്നുണ്ട്. ആക്ഷനല്ല, ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഇമോഷനും ഈ പടത്തിൽ വർക്കാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ടായിട്ടും ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് ഇവർക്ക് എന്ത് പറ്റുമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും ഈ പടത്തിൽ. സ്വാഭാവികമായിട്ട് അത് ഉണ്ടാക്കും. പക്ഷേ അത് ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പടം അവസാനിച്ചത്. അതാണ് എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ആ പോരായ്മ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പടത്തിന് ഒരു ഓക്കെ നല്ലൊരു പടം എന്ന് പറയാതെ ഒരു എബോ ആവറേജ് പടം എന്നുള്ള രീതിയിൽ ഞാൻ പറയാനുള്ള കാരണം. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ധീരൻ എന്നുള്ള സിനിമ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ അടുത്ത് ഈ പടമുണ്ട്. ഈ പടം നമ്മളെ എവിടെയും ബോറടിപ്പിക്കുന്നില്ല. ഇവിടത്തിൻ്റെ 3/4 ഭാഗം സമയം നമ്മൾ എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളുണ്ട്, നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇറ്റ്സ് എ വിന്നർ. പക്ഷേ ക്ലൈമാക്സും കൂടി നല്ല രീതിയിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ പടം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഒരു എബോ ആവറേജ് ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വിന്നർ.